കുറവലങ്ങാട് പള്ളി വീട്ടിൽ മറിയമ്മ തോമസിന്റെ വീട്ടിലാണ് വെള്ളിമൂങ്ങ വിരുന്നെത്തിയത്. വീടിന് സമീപം നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് മറിയാമ്മ തോമസിന്റെ കിണറ്റിൽ വെള്ളിമൂങ്ങയെ കണ്ടെത്തുന്നത്. കോഴിക്കുഞ്ഞുങ്ങൾ കിണറ്റിൽ വീണതാണെന്നാണ് തൊഴിലാളികൾ ആദ്യം തെറ്റിദ്ധരിച്ചത്. എന്നാൽ നിരീക്ഷണത്തിൽ കിണറ്റിലകപ്പെട്ടിരിക്കുന്നത് വെള്ളിമൂങ്ങയാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. തൊഴിലാളികൾ തന്നെ കിണറ്റിലിറങ്ങി വെള്ളിമൂങ്ങയെ കരയ്ക്ക് എത്തിക്കുകയായിരുന്നു. വെള്ളിമൂങ്ങയെ ലഭിച്ചാൽ വനംവകുപ്പ് അധികൃതരെ അറിയിക്കണമെന്ന നിർദ്ദേശവുമായി ജനപ്രതിനിധികൾ കൂടി രംഗത്ത് എത്തിയതോടെ വെള്ളിമൂങ്ങയെ കൂട്ടിലടച്ച് സൂക്ഷിക്കുകയായിരുന്നു. വെള്ളിമൂങ്ങയ്ക്ക് വീട്ടുകാർ തീറ്റയും നൽകി. വെള്ളിമൂങ്ങയെ കിട്ടിയതറിഞ്ഞ് ഒട്ടേറെ പേർ വെള്ളിമൂങ്ങയെ കാണുന്നതിന് വേണ്ടി മറിയാമ്മ തോമസിന്റെ പള്ളി വീട്ടിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. പിന്നീട് സ്ഥലത്തെത്തിയവരിൽ ഒരാൾ വെള്ളിമൂങ്ങയെ വനംവകുപ്പിന് കൈമാറുമെന്ന ഉറപ്പ് നൽകി വീട്ടുകാരിൽ നിന്ന് വാങ്ങിയതായി വീട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. വെള്ളം തീർന്നു അറിയാൻ വേണ്ടി പോയി വന്ന് നോക്കിയതാ. അന്നേരം കിണറ്റിനകത്തിരിക്കുന്നു. എന്നെ വിളിച്ചു കോഴിയാന്ന് പറഞ്ഞു. ഞാൻ കോഴിയാന്ന് ഓർത്താ പറഞ്ഞേ. കോഴിയാന്ന് ഓർത്ത എന്നോട് പറഞ്ഞു കോഴിയാ കിണറ്റിരിക്കുന്നു വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മൂങ്ങ. പിന്നെ അവരെ എടുത്തു കഴിഞ്ഞാൽ അതെ കൂടുതലകത്തിട്ട് വെയിൽ തുടങ്ങാൻ പറ്റും. വെള്ളിമൂങ്ങാന്ന് എനിക്ക് മനസ്സിലായി. അമ്മച്ചിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അതുകൊണ്ട് അവർ ഉണങ്ങാൻ പറ്റിരിക്കല്ലോ എന്നത്. പിന്നെ ലീലാമ്മയോട് പറഞ്ഞു എനിക്കറിയാം ഇത് കളഞ്ഞു കഴിഞ്ഞാൽ കണ്ടാലും കേസല്ലേ. അത് കാരണം ലീലാമ്മയോട് പറഞ്ഞു എന്നാ ചെയ്യേണ്ടെന്ന്. അവര് പഞ്ചായത്ത് മെമ്പർ